ഒക്കെ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. തങ്ങളുടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറങ്കിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളെ തങ്ങളെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരുടെ കൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിലിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു, പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്നും അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. ഇരിക്കാം. ഈശ്വമിശിഹായ്ക്ക് സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സ്നേഹ സിസ്റ്റർ, എൻ്റെ ഒരു ആൻറ്റിയാണ്. അപ്പം സ്നേഹ ആൻറ്റി എന്നാണ് ഞാൻ സാറിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം പ്രത്യേകിച്ച് സിസ്റ്ററിനെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് സിസ്റ്റർമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലേ? സുപരിചിതമായിട്ടുള്ള ഭാഗമാണ്. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം. നമ്മൾ വായിച്ചത് 22 മുതൽ 23 മുതലാണ് വായിച്ചത്. എമ്മാവൂസിലേക്കുള്ള യാത്രയാണല്ലേ? ശിഷ്യന്മാരുടെ എമ്മാവൂസിലേക്കുള്ള യാത്ര. ഉത്ഥാനത്തിന് ശേഷം കർത്താവ് യേശു മിശിഹ ശിഷ്യന്മാർക്ക് പല വിധത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എമ്മാവൂസിലേക്കുള്ള യാത്രയിൽ കർത്താവ് എപ്രകാരമാണ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് എന്ന് നമ്മൾ അവസാന ഭാഗത്ത് കണ്ടു, അല്ലേ? അപ്പം മുറിച്ചപ്പോൾ അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞു, അല്ലേ? അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്, അല്ലേ? നിങ്ങൾ വിളക്കനൂരൊക്കെ പോയായിരുന്നോ? പോയവർ കൈവയ്ക്ക്. ഓക്കെ, നല്ല കാര്യം. എടവപ്പള്ളി കുർബാനയ്ക്ക് പോയായിരുന്നോ? കൈവയ്ക്ക്. യെസ്, വെരി ഗുഡ്, നല്ല കാര്യം. അപ്പം പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില അടയാളങ്ങളാണ് അത് എന്നും, എല്ലാ ദിവസവും കുർബാനയിൽ പോകുന്ന ശീലം ഉണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കാനായിട്ട് കർത്താവിൻ്റെ ചില സൈനുകളാണിതെന്നും മനസ്സിലാക്കി ഇതിനെ എടുക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട്. നമ്മളിങ്ങനത്തെ ചില അടയാളങ്ങൾ കർത്താവ് തരുമ്പോൾ നമ്മൾ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് നമുക്കൊരു ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് ആരംഭിക്കുകയാണ്. നമുക്ക് തിരുഹൃദയ തിരുനാളിൻ്റെ മാസമാണല്ലേ? സമർപ്പിക്കേണ്ട മാസമാണ്. ജനുവരി 27-ാം തീയതി നമ്മൾ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നു. നമ്മൾ കൂടുതലായിട്ട് ഇന്ന് വിശദീകരിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് തിരുഹൃദയമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ഈശോയുടെ തിരുഹൃദയ രൂപത്തെ ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് നോക്കിയേ, ചുമ്മാ ഒന്ന് കണ്ണടച്ചേ. തിരുഹൃദയയുടെ രൂപത്തെ കർത്താവ് നമ്മളെപ്പോഴും ഭവനങ്ങളിലൊക്കെ വൈകുന്നേരം പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഭിത്തിയിൽ മുകളിലായിട്ട് നമ്മെ നോക്കി നിൽക്കുന്ന കർത്താവിൻ്റെ രൂപം. ആ രൂപത്തിൽ കർത്താവിൻ്റെ ഹൃദയം, ജ്വലിക്കുന്ന ഹൃദയം. ആ ഹൃദയത്തിൽ ഒരു കുരിശ് കാണുന്നുണ്ട്. ഹൃദയത്തിന് ചുറ്റുമായിട്ട് ഒരു മുൾക്കിരീടം കാണുന്നുണ്ട്. ഒരു മുറിവുണ്ട്. ആ മുറിവിൽ നിന്ന് രക്തം ഒഴുകുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, കണ്ടു പറഞ്ഞു.
പണ്ട് മുതലുള്ള നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ധ്യാനിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പരാതികളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു രൂപമാണ് തിരുഹൃദയ രൂപം. അല്ലെ, എല്ലാ ഭവനങ്ങളിലും ഉണ്ട്. തിരുഹൃദയ പ്രതിഷ്ഠാ ജപങ്ങളൊക്കെ നിങ്ങൾ ഭവനങ്ങൾ ചെല്ലാറില്ല അല്ലേ? അച്ഛന്മാരൊക്കെ വെഞ്ചരിക്കാൻ പറ്റുമ്പോൾ ഏറ്റവും കൂടുതൽ വീടുകളിൽ ചെല്ലുന്ന ഒരു പ്രാർത്ഥന തിരുഹൃദയ പ്രതിഷ്ഠാ ജപം. എല്ലാ വെഞ്ചരിപ്പുകളിലും സാധാരണ അച്ഛന്മാരെ ഉൾപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ തിരുഹൃദയ ജപം എന്നുള്ളത്. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം, യഥാർത്ഥ സ്നേഹം എന്നുള്ളത് പ്രധാനമായിട്ട് നമ്മൾ കാണുക. എന്താണ് യഥാർത്ഥ സ്നേഹം എന്നുള്ള ഡെഫിനേഷൻ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പം ഈ സ്നേഹം എന്നുള്ളത് അപ്പനും അമ്മയും, അല്ലെങ്കിൽ അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം അല്ലേ? അപ്പൻ മകൻ ഇവർ തമ്മിൽ 2 ആഴ്ച സംസാരിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു മാറ്റം സംഭവിക്കും അല്ലേ? 2 ആഴ്ച ഒരു കാരണമില്ലാതെ മകൻ അപ്പനോട് സംസാരിക്കുന്നില്ല. ഇവരെന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കാതിരിക്കുന്നത് എന്ന് അപ്പൻ ചിന്തിക്കാൻ സ്വാഭാവികമായിട്ടും. പക്ഷെ എന്നിട്ട് അപ്പൻ 2 തവണ അവനെ സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു. അവൻ തിരിച്ചു വരുന്നില്ല, തിരിച്ച് സംസാരിക്കുന്നുമില്ല. ഫൈനലി ആ അപ്പൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാകും, ഇവന് പഴയ സ്നേഹം എന്നോടില്ല, അതുകൊണ്ട് ഞാനെന്തിനാ അവനെ നോക്കുന്നത്, അല്ല ഞാനെന്തിനാ അവനെ തിരിച്ച് സ്നേഹിക്കുന്നത്, ഓക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിലുള്ള ഒരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടാകും അല്ലേ? പക്ഷെ കർത്താവിൻ്റെ സ്നേഹം വ്യത്യാസപ്പെടുന്നത് ഇവിടെയാണ്. തിരിച്ച് ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ കൊടുക്കുന്ന സ്നേഹം അല്ലേ? അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ ഏറ്റവും മൂർത്തി ഭാവം എന്ന് പറയുന്നത് അത് ഈ കുരിശാണ് അല്ലേ? കർത്താവ് നൽകിയ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തിഭാവം എന്ന് പറയുന്നത് കുരിശിലെ ബലിയുടെ കൃപയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കർത്താവ് കൊടുത്തത് കാണണം. ഈ കുരിശിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കർത്താവ് കൊടുത്തത് ഒരുപാട് കാര്യങ്ങൾ. രക്തം, ജലം, അമ്മയെ കൊടുത്തു, സഹോദരങ്ങളെ കൊടുത്തു, കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ തൻ്റെ ശിഷ്യന്മാരായിട്ട് കൊടുത്തു, അപ്പനെ യോസപിതാവിനെ നമുക്ക് പിതാവായിട്ട് നൽകി, അവസാനം ഉണ്ടായിരുന്ന രക്തവും കർത്താവ് കൊടുത്ത് ഒന്നുമില്ലായ്മയായിട്ട് തന്നെ പരിശുദ്ധ കുർബാനയാക്കി മാറ്റി ഇന്നും നമ്മോടൊപ്പം. ഇനി കൊടുക്കാൻ അവിടെ നിന്നൊന്നുമില്ല, ഉള്ളതെല്ലാം കൊടുത്തു അല്ലേ? ഉള്ളതെല്ലാം നമുക്ക് നൽകി. അപ്പോൾ ആ സ്നേഹത്തിന് അപ്പുറമുള്ള ഒരു സ്നേഹം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ല, അല്ലെങ്കിൽ നമുക്കത് ഒരിക്കലും കാണാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞ് ആരംഭിച്ചതിൻ്റെ ഈ ഒരു ആമുഖ ഭാഗമായിട്ട് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, പുതിയ ചൈതന്യം നിങ്ങൾക്ക് ഞാൻ നിക്ഷേപിക്കും. ശിലാഹൃദയമായിട്ടുള്ള, കല്ലുപോലെ ശിലയായിട്ടുള്ള ഹൃദയങ്ങളെ മാറ്റി നിങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ മാംസതളമാക്കും അല്ലേ? അപ്പം ഹൃദയങ്ങളെ മാറ്റുന്ന കർത്താവിൻ്റെ കരുണ, കൃപ. നമ്മൾ ഈ ശസ്ത്രക്രിയകളൊക്കെ നടത്തുമ്പോൾ സാധാരണഗതിയിൽ ഡോക്ടേഴ്സ്, നഴ്സുമാരൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ പറയുന്ന ബ്രെയിൻ അല്ലെങ്കിൽ ഹൃദയമായിട്ട് ബന്ധപ്പെട്ടുള്ള സർജറികളാണ് കൂടുതലായിട്ട് നമ്മൾ ഒരു പ്രധാനപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാം അല്ലേ? ഇപ്പോൾ ആൻറ്റിപ്ലാസ്റ്റിക് ഇപ്പോൾ കോമൺ ആണല്ലേ? എല്ലായിടത്തും 1, 2 ഒരെണ്ണം കഴിഞ്ഞാൽ 2 കഴിഞ്ഞാൽ 3 കഴിഞ്ഞാൽ എന്നൊക്കെ പറയുന്ന നമ്പറുകൾ പറയുന്നത് ഇപ്പോൾ അല്ലേ? അപ്പം ഈ ഹാർട്ട് അല്ലെങ്കിൽ ബ്രെയിൻ ഒക്കെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട സർജറികൾ ഇപ്പോൾ കൂടുതലായിട്ട് ഒന്നും കൂടെ വ്യത്യസ്തമായിട്ടൊന്ന് സീരിയസ് ആയിട്ട് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ അപ്പോൾ അത്രമാത്രം പ്രാധാന്യം നമ്മൾ ഈ ഹൃദയത്തിന് അല്ലെങ്കിൽ ബ്രെയിനിനൊക്കെ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ എൻ്റെ പ്രധാനമായിട്ട് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ പ്രാധാന്യത്തെ, അത്രമാത്രം ഒരു ശരീരത്തിൽ പ്രാധാന്യമുള്ള ഈ ഒരു പാർട്ട് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്താണ് ഹൃദയത്തിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് അല്ലേ? അവിടെ എല്ലുകളാൽ ഒക്കെ കവർ ചെയ്യപ്പെട്ട്, മാംസത്താൽ കവർ ചെയ്യപ്പെട്ട് വളരെ ഭദ്രമാക്കി വെക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ ഹൃദയം എന്ന് പറയുന്നത്. അപ്പം അത്രമാത്രം പ്രാധാന്യം അതിനുള്ളത് കൊണ്ട് തന്നെയാണ് അപ്രകാരം ശരീരത്തിൽ ദൈവം അതിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ തിരുഹൃദയത്തിൻ്റെ സവിശേഷത, ഞാൻ ഹൃദയത്തിൻ്റെ പ്രാധാന്യത്തെയാണ് ഇത്ര നേരം പറഞ്ഞത്. ഇനി തിരുഹൃദയത്തെക്കുറിച്ച് നമ്മൾ 1-2 സവിശേഷതകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്, ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, മുള്ളുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ട തിരുഹൃദയത്തെക്കുറിച്ച് പറഞ്ഞു. മകനെ ബലിയർപ്പിക്കാനായിട്ട് പോകുന്ന അബ്രാഹത്തെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു യാത്രയിൽ, ഉൽപ്പത്തി പുസ്തകം നമ്മൾ കാണുന്നുണ്ട്, ഈ ഒരു യാത്രയിൽ അബ്രാഹത്തിന് ദൈവം കാണിച്ചു കൊടുക്കുന്ന കുഞ്ഞാട് മുള്ളുകൾക്കിടയിൽ ഉടക്കിക്കിടക്കുന്ന ഒരു കുഞ്ഞാടിനെയാണ് കാണിക്കുന്നത് അല്ലേ? ഇതേ കുഞ്ഞാടാണ്
പരിശുദ്ധ കുർബാനയായിട്ട് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട കർത്താവേ ശമിശിക. പഴയ നിയമം മുതലേ നമ്മോട് പറയുന്ന ആ രക്ഷാകര പദ്ധതിയുടെ ഒരു കണ്ടിന്യൂഷൻ. അതാണ് പഴയ നിയമം മുതലേ കർത്താവ് നമ്മോട് പറയുന്ന ആ രക്ഷയെക്കുറിച്ചുള്ള വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം ഈ ശമിശിക എന്നുള്ള അവലീക. അപ്പം ഈ മുൾക്കിരീടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ആഴത്തെ കൂടുതൽ ധ്യാനിപ്പിക്കാനായിട്ട് നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒന്നായിട്ട് നമ്മൾ കാണുന്നതാണ്. രണ്ടാമതായിട്ട് ഈ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ സാധാരണയായിട്ട് ഇപ്പം നമുക്കറിയാം, ശരീരത്തിലൊരു പോറലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ബ്രെയിനിലേക്കാണല്ലേ ആ ഒരു അങ്ങനെ ശരീര ഭാഗത്തിലൊരു ചെറിയൊരു പോറൽ സംഭവിച്ചുകൊണ്ട് എന്നുള്ളത് ബ്രെയിനിനെ സെൻസ് ചെയ്ത് ബ്രെയിനാണൊരു വേദനയാക്കി നമ്മുടെ ശരീരത്തിലേക്ക് അത് പാസ് ചെയ്യുന്നില്ല. നേഴ്സുമാർക്ക് അതൊക്കെ അറിയാം, ഞാനത് പറയുന്ന കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ ഒന്നുമല്ല, എന്തെങ്കിലും തന്നെയും അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഹൃദയവും അതുപോലെ തന്നെ ബ്രെയിനുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്നുള്ളത് വളരെ ഒരു വ്യത്യസ്തമായിട്ട്. അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ ഓക്സിജൻ്റെ സപ്ലൈ ബ്രെയിനിലേക്ക് തടസ്സപ്പെടുമ്പോഴാണ് സാധാരണ ഹൃദയാഘാതം ഉണ്ടായി കഴിയുമ്പോൾ ബ്രെയിൻ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരാൾ മരിക്കുന്നതിൻ്റെ കാരണമായിട്ട് മാറുന്നതിൻ്റെ. നേരെ തിരിച്ചും ബ്രെയിനിൻ്റെ സെൽസുകൾ എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ കാർഡിയക് അറസ്റ്റ് ഉണ്ടായി ആൾ മരിക്കാം. ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം കർത്താവിൻ്റെ കൃപ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഈ തിരുഹൃദയത്തിൻ്റെ മുറിവുകൾ വഴി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പം മുള്ളുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ഹൃദയത്തിൻ്റെ വേദന അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യത്തോടെ ഉയർത്തി എന്നുള്ളത്. രണ്ടാമതായിട്ട് തിരുഹൃദയത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഉയർന്നു വന്ന കുരിശ് എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ നടുഭാഗത്ത് കാണുന്ന ഒരു കുരിശുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലേ, ഒരു കുരിശ് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ കുരിശിനെ കുറിച്ച് കൂടുതലായിട്ട് ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെ സങ്കടത്തിൻ്റെയൊക്കെ ഓർമ്മയാണ്. പഴയ നിയമകാലത്ത് ഒരു പേർഷ്യൻ കൾച്ചർ നമ്മൾ കാണുന്നതനുസരിച്ചാണെങ്കിൽ കുരിശെന്ന് പറയുന്നത് എപ്പോഴും ഒരു കുരിശ് മരണം ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ ആ ഒരു അത്തരത്തിലുള്ളൊരു മരണത്തെ പരിചയപ്പെടുത്തി ലോകത്തിന് കൊടുത്തത് പേർഷ്യൻ സമൂഹത്തിൽ നിന്നാണ്. അതാണ് യഹൂദ സമൂഹം അഡാപ്റ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ശാപം എന്നുള്ള വാക്കായിരുന്ന കുരിശിനെ രക്ഷയാക്കി മാറ്റിയ കർത്താവിൻ്റെ കരുണയും ഇവിടെ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കുരിശിൻ്റെ വഴി കയറുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, കർത്താവ് വീണു അല്ലേ, കർത്താവ് വീഴുന്നു, അല്ലെങ്കിൽ കർത്താവിൻ്റെ മുട്ടിൽ നിന്ന് ചോര ഒലിക്കുന്നു, അല്ലെങ്കിൽ പടയാളികൾ ഈശോയെ തല്ലുന്നു, അടിക്കുന്നു അല്ലേ. പക്ഷേ ഇതിനെല്ലാം കാരണമായിട്ട് കർത്താവിൻ്റെ സഹനത്തെ വർദ്ധിപ്പിക്കുന്ന തോളിലുള്ള കുരിശിനെ നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ക്രിസ്തു വഹിക്കുന്ന കുരിശുകളാണ് എൻ്റെ പാപങ്ങൾ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വിചിന്തനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. കാരണം ക്രിസ്തുവിൻ്റെ തോളിലിരിക്കുന്ന കുരിശാണ് എൻ്റെ പാപം എന്നുള്ള ആ ഒരു വിചിന്തനമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഒരു ചിന്ത എന്നുള്ളതാണ്. അപ്പം ക്രിസ്തുവിൻ്റെ കുരിശിലെ സഹനത്തെ നമ്മൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ധ്യാനിക്കേണ്ടത് എൻ്റെ പാപത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ചാണ് എന്നുള്ളതാണ്. ഈ കുരിശ് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുരിശിൻ്റെ സഹനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, പാരമ്പര്യങ്ങളിൽ പറയുന്നുണ്ട്, കുരിശ് നമ്മൾ ഇപ്പോൾ കാണുന്ന അല്ലേ ക്രോസ് അല്ലേ, ആ കുരിശ് അങ്ങനെ തന്നെയാണ് കൊണ്ടുപോയതെന്ന് പല കാൽവരിയിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗത്തെക്കുറിച്ച് പല എക്സ്പ്ലനേഷനുകളും സഭയിൽ നൽകുന്നുണ്ട്. ഒന്നാമത് ചില പാരമ്പര്യങ്ങൾ പറയുന്നതനുസരിച്ച് ഈ നെടുകയുള്ള ഭാഗം അവിടെ ക്രമീകരിച്ച് കാൽവരിയിൽ സ്ഥാപിച്ചിട്ടുണ്ടാവും നേരത്തെ. അതിൻ്റെ കോണയുള്ള ഈ നമ്മൾ തോളത്ത് വെക്കുന്ന ഷോൾഡറിലെ ഈ ഒരു ഭാഗം മാത്രമാണ് മുകളിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമ്മളൊന്ന് സാധാരണ തടിയാന്ന് വിചാരിക്കരുത്. അത്രമാത്രം ഒരു മനുഷ്യനെ എടുക്കാൻ ഒരിക്കലും സാധിക്കാത്ത ഒരു സാധാരണ ഒരു മരത്തിൻ്റെ വലിയൊരു കഷ്ണം. അപ്പോൾ ആ കഷ്ണം സാധാരണഗതിയിൽ ഈ തോളിൻ്റെ ഷോൾഡറിനോട് ചേർന്ന് ഇങ്ങനെ കെട്ടിവെക്കുകയാണ് എന്നാണ് ചില ചരിത്രങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ വെയ്റ്റിന് എക്സ്ട്രാ ആയിട്ട് ഒരു തടി നമ്മുടെ ഷോൾഡറിന് നേരെ ഇങ്ങനെ കെട്ടിവെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ബാലൻസ് ഒരിക്കലും കിട്ടുകയില്ല. നമുക്ക് എടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടല്ലേ, ഇപ്പം ഒരു 80 കിലോ ഉള്ള ആൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇച്ചിരി വെയിറ്റ് ഉണ്ടല്ലേ, അതിന് മുകളിലോട്ട് അയാൾക്ക് ഒരിക്കലും എടുക്കാൻ പറ്റിയില്ല, അയാൾ മറിഞ്ഞു പോത്ത് വീഴത്തുള്ളൂ അല്ലേ. നമ്മളെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ആ കപ്പാസിറ്റിക്ക് അപ്പുറമായിട്ടുള്ള, പിന്നെ നമ്മൾ 7 പ്രാവശ്യം വീണു എന്നൊക്കെ നമ്മൾ അല്ലെങ്കിൽ 3 പ്രാവശ്യം വീണു എന്ന് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. ശരിക്കും 3 പ്രാവശ്യമാണ് കർത്താവ് വീണത്? അല്ല, 30 ആയിരിക്കാം, 300 ആയിരിക്കാം. നമ്മൾ കുരിശിൻ്റെ വഴിയിൽ കർത്താവിൻ്റെ സഹനത്തെ ധ്യാനിക്കാൻ വേണ്ടി 3 എന്ന രീതിയിലൊന്ന് നിജപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ.
ഈ സഹനങ്ങൾ എത്രയാകാം? 30 ആകാം, 300 ആകാം, നമുക്ക് പറയാൻ പറ്റും. അപ്പം അത്രമാത്രം സഹനങ്ങൾ കുരിശിലൂടെ കർത്താവ് നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമായി നേടി തന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ഈ കുരിശുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും കൂടെ ധ്യാനിക്കാനായിട്ട്, നമ്മൾ ഈ ബൈബിളിലെ കവർ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? ബൈബിളിലെ കവർ ചിത്രം അല്ലേ? ബൈബിളിലെ കുരിശ് കണ്ടിട്ടില്ലേ? തെളിഞ്ഞു കാണത്തില്ല. ഇതിൻ്റെ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അറിയാലോ അല്ലേ? ഈ പുറത്തെ ഭാഗം എന്താണ് ഉദ്ദേശിക്കുന്നത് കുരിശിൻ്റെ? ഈ കുരിശ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പല കുരിശും, മാർത്തോമ കുരിശും കണ്ടിട്ടുണ്ട്, പല പല കുരിശുകളും കണ്ടിട്ടില്ലേ അല്ലേ? അപ്പോൾ ഈ കുരിശിനൊരു പ്രത്യേകതയുണ്ട്. ഈ കുരിശിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത് ഒരു നക്ഷത്രം പോലെ അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു നക്ഷത്രം പോലെയാണ്. അപ്പോൾ എന്തായിരിക്കും അത് ഉദ്ദേശിപ്പിക്കുന്നത്? കർത്താവിൻ്റെ ജനനം അല്ലേ? കുതിച്ചുയർന്ന നക്ഷത്രത്തെ സൂചിപ്പിക്കുന്നു. ജനനം മുതൽ മരണം വരെയാണ് വിശുദ്ധഗ്രന്ഥം അല്ലേ? അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സന്ദേശം ഈ കുരിശിലൂടെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് വിശുദ്ധഗ്രന്ഥത്തിൻ്റെ മുമ്പിലുള്ള. അപ്പോൾ ഇതിൽ നക്ഷത്രം നടുക്കൂടെ ഒരു വര കണ്ടോ നിങ്ങൾ? ഒരു വരയുണ്ട്. വര മനസ്സിലായി? ആ നക്ഷത്രത്തിൻ്റെ അകത്തൂടെ ഒരു കുരിശ് പോലെ ഒരു വരയുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ബൈബിളിനകത്ത് തന്നെ ഇവിടെ? അതെന്താണ്? ഈശോയുടെ മരണ ഉത്ഥാനം, കുരിശ് വഴിയുള്ള ഈശോയുടെ മരണത്തെ സൂചിപ്പിക്കുന്നു അല്ലേ? ശേഷം താഴെ ഒരു വര നിങ്ങൾ കണ്ടോ? ആ വര ഇവിടെ മാഞ്ഞു പോയി. ശരിക്കും പയ്യസ് ബൈബിളൊരു വരയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആ വര എന്താണ്? ഭൂമി ഉദ്ദേശിക്കുന്നു അല്ലേ? ഭൂമി. ഈ കുരിശ് ഈ വരയോട് ചേർന്നാണ് നിൽക്കുന്നത്? അല്ല, വരയിൽ നിന്നൊന്ന് ഉയർന്നാണ് നിൽക്കുന്നത്. അതെന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവിൻ്റെ ഉത്ഥാനത്തെ അല്ലേ? കർത്താവിൻ്റെ ഉത്ഥാനത്തെ. അപ്പോൾ ഈ ഭൂമിക്കും സ്വർഗത്തിനും മധ്യേ നമുക്ക് രക്ഷ നൽകുന്ന ഒരേ ഒരു അടയാളം മാത്രം. ഏതാണത്? വിശുദ്ധ കുരിശ്. അപ്പം കുരിശിൻ്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രമുണ്ട്. നമ്മുടെ വണ്ടിയിൽ, ഭവനങ്ങളിലൊക്കെ ഇത് സ്ഥാപിക്കുന്നതിന്, ഈ കുരിശ് സ്ഥാപിക്കുന്നതിന് ഏറ്റവും പ്രാധാന്യം ഇതാണ്. രക്ഷ എന്നത് ക്രൈസ്തവന് ലഭിച്ചത് അത് ഈ കുരിശ് വഴിയാണ് കർത്താവ് നൽകിയത്. അപ്പോൾ അതുകൊണ്ട് ആ അടയാളം എപ്പോൾ ഓർക്കുമ്പോഴും നമ്മൾ ഈശോയെ അനുസ്മരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് കുരിശിലെ അഗ്നിനാവുകളെ കുറിച്ചാണ്. നമ്മൾ ജ്വലിക്കുന്ന ഒരു അഗ്നിനാവ് തിരുഹൃദയത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? കുരിശിനെ ജ്വലിപ്പിക്കുന്ന ഒരു അഗ്നിനാവ്. അഗ്നി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ എല്ലായിടത്തും ശുദ്ധീകരിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ ഒരു ചിന്തയാണ് നമ്മൾ കൂടുതലായിട്ടും അഗ്നിയെക്കുറിച്ച് കാണുന്നത്. അപ്പോൾ കുരിശിലേറ്റ പാപത്തെ അഗ്നിയായിട്ട്, കുരിശിലേറ്റ പാപങ്ങളെ അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ കൃപ. അപ്പോൾ ഈ അഗ്നി എന്ന് ജ്വലിക്കുന്ന ഈ അഗ്നി എന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ട് നമ്മുടെ പാപത്തെ ഇല്ലായ്മ ചെയ്യുന്ന, ശുദ്ധീകരിച്ച് പിന്നെയും നമ്മളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ ഈ ജ്വലിക്കുന്ന അഗ്നിയിലൂടെ പറയുന്നത്. അഗ്നി എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇന്നും ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അടയാളം കൂടെ നമ്മളിവിടെ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പരിശുദ്ധാത്മാവിൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് ജ്ഞാനസ്നാനം മാമോദീസ നൽകുമെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ മാമോദീസ വഴി പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട് സഭയിലേക്ക് പ്രവേശിക്കുന്നവർ, അവനാണ് രക്ഷയുടെ അവകാശി. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, ഈ അഗ്നിദാവ് എന്ന് പറയുന്ന ഈ ശുദ്ധീകരണം നമുക്ക് നടക്കുന്നത് എവിടെയാണ്? പരിശുദ്ധ മാമോദീസായിലൂടെയാണ്. അപ്പോൾ മാമോദീസായുടെ പ്രാധാന്യം അത്രമാത്രം നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം സഭയുടെ വാതിൽ എന്ന് പറയുന്നത് പരിശുദ്ധ മാമോദീസായുടെ ക്രമത്തിലാണ്. ഒരു കൊച്ചിന് നമ്മൾ നേരത്തെ മാമോദിസ കൊടുക്കണം. പണ്ടത്തെ കാലത്തൊക്കെ അധികം താമസിക്കുകയില്ല, പെട്ടെന്ന് മാമോദിസ കൊടുത്ത് അല്ലേ കയറ്റി വരുന്നത്. ഇപ്പോൾ ഒക്കെ കുട്ടികളൊക്കെ പുറത്തൊക്കെ ആയതുകൊണ്ടാണ് വരുമ്പോൾ ഒരുപാട് താമസിക്കാറുണ്ട് അല്ലേ? കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ എഴുന്നേറ്റ് ഓടുന്ന പ്രായത്തിലായിരിക്കും മാമോദിസ കൊടുക്കുന്നത്. അപ്പോൾ മാമോദിസയ്ക്ക് നമുക്ക് കുറച്ച് ടാസ്ക്കൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം പിള്ളേരങ്ങനെ നിൽക്കുകയില്ല അല്ലേ? ബ്ലസ് ചെയ്യാനൊക്കെ വരുമ്പം അവരിങ്ങനെ കയ്യിലൊക്കെ കയറി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പം കുഞ്ഞുങ്ങളെ പരമാവധി ചെറുപ്പത്തിൽ മാമോദിസ കൊടുക്കുക എന്നുള്ളത് ഈ രക്ഷയിൽ അവരെ പങ്കുകാരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യത്തെ ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാമോദിസ സഭയുടെ വാതിലാണ് ഞങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യപുത്രനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അത് ക്ഷമിക്കപ്പെടും. തിന്മ സംസാരിച്ചാൽ ക്ഷമിക്കപ്പെടും. പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടില്ല. കാരണം രക്ഷ ഇതുവഴി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഇന്ന് സഭയിൽ ഈ രക്ഷ പ്രദാനം ചെയ്യുന്നത്. അതിൽ ഞാനും നിങ്ങളും പങ്കുകാരാകണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് മനുഷ്യപുത്രൻ, ദൈവപുത്രൻ നമ്മോട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെ, അഗ്നി എപ്രകാരം നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളത് നമ്മൾ മൂന്നാമതായിട്ട് മനസ്സിലാക്കി. നാലാമതായിട്ട് ഹൃദയത്തിലെ മുറിവാണ്. മുറിവുകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ് അല്ലേ?
മുറിവുകൾ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. എല്ലാവർക്കും മുറിവുകൾ നൽകാനും ഉണ്ടാക്കാനും ഒക്കെ എളുപ്പമാണ്. അത് കൊടുക്കാനും പറ്റും അല്ലേ, നമുക്ക് സ്വന്തം ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. പക്ഷെ മുറിവ് ഉണക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. ഇപ്പം അച്ഛൻ നിങ്ങളുടെ കയ്യിൽ നല്ല വലിയൊരു മുറിവുണ്ട്, ചേച്ചിയുടെ കയ്യിൽ വലിയ അല്ല പുറകെ ചേച്ചിയുടെ കയ്യിലൊരു വലിയ മുറിവ്, ഒരു തുന്നി കെട്ടാൻ പാകത്തിനുള്ള നല്ലൊരു വലിയ ആഴത്തിലൊരു മുറിവ്. അച്ഛൻ വന്ന് പറഞ്ഞു, അച്ഛൻ ഞാനത് നാളെ സ്റ്റിച്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞാൽ ചേച്ചി സമ്മതിക്കുമോ? സമ്മതിക്കുകയില്ല. അച്ഛന് തുന്നിക്കെട്ടാന്ന് അറിയത്തില്ല, എവിടെ അച്ഛൻ എങ്ങനെ വന്ന് ചെയ്യുമെന്ന് അച്ഛനെ പറയുന്നത് ചേച്ചി സ്വാഭാവികമായിട്ടും ചോദിക്കും, സമ്മതിക്കുകയില്ല അല്ലേ. എന്ന് പറഞ്ഞതുപോലെ മുറിവ് ഉണക്കാനായിട്ട് ദൈവം ഏർപ്പെടുത്തിയ ചില ആളുകളുണ്ട്. ഇങ്ങനത്തെ ശാരീരികമായിട്ടുള്ള മുറിവ് ഉണക്കാൻ നമുക്ക് ഈ ലോകത്ത് വൈദ്യരുണ്ട് അല്ലേ, ഡോക്ടർമാരുണ്ട് അല്ലേ, അവർക്കത് സാധിക്കും. ആത്മീയമായിട്ടുള്ള മുറിവുകൾ ഉണക്കാനായിട്ട് വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, നമുക്കെല്ലാവർക്കും അത് സാധ്യമാണ് അല്ലേ. ആത്മീയമായിട്ട് കർത്താവ് തൻ്റെ മുറിവുകളെ തിരുമുറിവുകളാക്കി എന്നുള്ളത് വഴിയാണ് കർത്താവ് നമ്മുടെ ആവശ്യകത അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട് പ്രത്യേകിച്ച് മാറുന്നു എന്ന് പറയുന്നത്. മുറിവുകളെ തിരുമുറിവുകളാക്കുന്നു എന്നാണ് അതിന് ഏറ്റവും വലിയൊരു പ്രാധാന്യമായിട്ട് പറയുന്നത്. ഞാനത് പറയുന്നത് സ്വന്തം മുറിവുകളെ കണക്കിലെടുക്കാതെ മറ്റുള്ളവരുടെ മുറിവുകളെ പരിഹരിക്കുന്ന കർത്താവിൻ്റെ കൃപ, ആഴത്തിലുള്ള മുറിവേറ്റപ്പെട്ട കർത്താവിൻ്റെ സഹനത്തെ കർത്താവ് ഓർക്കാതെ നമ്മുടെ പാപങ്ങളാകുന്ന മുറിവുകളെ പരിഹരിക്കുന്ന കർത്താവിൻ്റെ കരുണ. അപ്പോൾ ഈ കരുണയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ഹൃദയത്തിലെ മുറിവ് എത്രമാത്രം ആഴപ്പെട്ടതാണെന്നും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അതുപോലെ നിങ്ങൾ അവരുടെ പെരുമാറാൻ വേണ്ടി കർത്താവ് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റണമെങ്കിൽ ഈ കൃപ നമുക്ക് കൂടിയേ തീരുന്നു. നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളോട് ആഴത്തിൽ ഇപ്പോൾ സംസാരിച്ച ചില വാക്കുകളായിരിക്കാം, ചില നോട്ടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചില പ്രത്യേകമായിട്ടുള്ള ചില സംസാര ശൈലികളായിരിക്കാം, അല്ലെങ്കിൽ ചില പണ്ട് നടന്ന ചില സംഭവങ്ങളായിരിക്കാം. അത് വലിയ അവധി പോലും അറിയാത്ത രീതിയിൽ നമുക്ക് വലിയ ആഴത്തിലുള്ള മുറിവ് നമുക്ക് ഏർപ്പെടുത്തി. അതിന്നും ഭയങ്കര ഒരു കാഠിന്യമായിട്ട് ഭയങ്കര ഒരു ക്ഷമിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ഇന്നും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷമാപണങ്ങൾ നമ്മൾ നടത്തുന്നില്ലെങ്കിൽ നമുക്കും ഈ തിരുമുറിവുകളെ അല്ലെങ്കിൽ ഈ മുറിവുകളെ തിരുമുറിവുകളാക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഞാൻ കർത്താവിൻ്റെ ശിഷ്യനാണ്, ക്രിസ്തുവിൻ്റെ അനുയായിയാണ് എന്ന് എവിടെയും നമുക്ക് ഏറ്റുപറയാനായിട്ട് സാധിക്കണമെങ്കിൽ മുറിവുകളെ തിരുമുറിവുകളാക്കാനായിട്ടുള്ള കൃപ നമ്മളും സ്വന്തമാക്കണം. അത് അച്ഛന്മാരുടെ സിസ്റ്റർമാരുടെ മാത്രം കടമയില്ല. അച്ഛന്മാർക്ക് ക്ഷമിക്കാമല്ലോ, സിസ്റ്റർമാർക്ക് ക്ഷമിക്കാമല്ലോ, അവർ ക്ഷമിക്കണം, തീർച്ചയായിട്ടും ക്ഷമിക്കണം. പക്ഷേ നമ്മളെല്ലാവരും ഈ ക്ഷമകളിൽ പങ്കുകാരാണ്. കാരണം കർത്താവ് ക്ഷമിച്ചതിനേക്കാളും വലിയ ക്ഷമ ഈ ലോകത്ത് ആരും ക്ഷമിച്ചിട്ടില്ല. അതിന്നും നമുക്കിന്നും പരിശുദ്ധ കൂദാശകളിലൂടെ നമുക്കിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആഴം. ചരിത്രകാരന്മാരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പം നമുക്കറിയാം ഈശോയുടെ കുരിശ് മരണത്തിൽ വളരെ പ്രധാനമായിട്ട് പെസഹ കഴിഞ്ഞുള്ള ആദ്യ ശനിയാഴ്ച കുരിശിൽ തറച്ച് കുരിശിൽ ഒരാൾ തൂക്കപ്പെടാൻ പാടില്ല എന്നുള്ള യഹൂദ പാരമ്പര്യം അനുസരിച്ചാണ് ഈശോയുടെ ചുറ്റുമുള്ള 2 കള്ളന്മാരുടെ കണങ്കാലുകൾ തകർക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ കണങ്കാലുകൾ തകർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിയാലോ അല്ലേ. ഒരാൾ പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയാണല്ലേ. കാരണം ബ്രീത്ത് എടുക്കണമെങ്കിൽ അവൻ എവിടെയും നിന്ന് ഒന്ന് സ്ട്രെങ്ത് എടുത്താലേ നമുക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റുള്ളൂ. ഈ നിൽക്കേണ്ട കാലിൻ്റെ കണങ്കാല് എന്ന് പറയുന്ന ഭാഗം തട്ടിക്കളഞ്ഞാൽ പിന്നെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ നേരെ നിൽക്കാനായിട്ട് കുരിശ് നിൽക്കുന്ന ഒരാൾക്ക് പറ്റത്തില്ല ഒരിക്കലും അല്ലേ. അപ്പോൾ തന്നെ അവൻ ശ്വാസം മുട്ടി മരിക്കും. പക്ഷേ ഈശോ നേരത്തെ മരിച്ചു എന്നറിയാം അല്ലേ. പക്ഷേ ഈശോയുടെ കണങ്കാല് എടുത്തില്ല, പകരം തകർക്കുന്നത് എന്താണ്? തകർക്കുകയല്ല, ഈശോയുടെ തിരുഹൃദയം തുളയ്ക്കുകയാണ് അല്ലേ, കുത്തി തുളയ്ക്കുന്നു. അത് തുളയ്ക്കുന്ന പടയാളിക്ക് അപ്പോൾ തന്നെ സൗഖ്യം ലഭിക്കുന്നത് കാണുന്നുണ്ട്. ഒരു അന്ധനായൊരു മനുഷ്യനായിരുന്നു അല്ലേ, ഒരു അന്ധനായ മനുഷ്യനാണ് ഈശോയുടെ ഹൃദയം തുളയ്ക്കുന്നത്. ശരിക്കും അവൻ്റെ ഹൃദയം ചിലപ്പം ഇങ്ങനെയായിരിക്കാം. കാരണം ദൈവം എന്നെ അന്ധനാക്കി സൃഷ്ടിച്ച ഈ ദൈവത്തിനെ ഞാനതിനെ ബഹുമാനിക്കണം എന്തിനു കരുതണം. പക്ഷേ അവനെ സൗഖ്യം കൊടുക്കാതിരിക്കാം എന്ന് കർത്താവിന് വേണേൽ ചിന്തിക്കാം. പക്ഷേ കർത്താവ് ഒരിക്കലും അങ്ങനെ ചിന്തിച്ചില്ല. കാരണം അവനെയും കർത്താവ് സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് അവസാന ഭാഗത്തായിട്ട് നമ്മൾ കാണുന്ന ഭാഗം എന്ന് പറയുക. അപ്പോൾ വറ്റാത്ത ഉറവ കർത്താവിൻ്റെ സ്നേഹം അത് ഇന്നും നമ്മളിലേക്ക് ഒഴുകുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുഹൃദയത്തിൻ്റെ ഈ മാസത്തിൽ വളരെ പ്രത്യേകമായിട്ട് നമ്മളിലേക്ക് ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ ഒരു തിരുഹൃദയം സ്വന്തമാക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒന്നാമതായിട്ട് നമ്മൾ കേട്ട കാര്യം കർത്താവിൻ്റെ മുൾക്കിരീടത്തിൻ്റെ ആ വലിയൊരു വേദന, അതിൻ്റെ കൃപ എന്നത് ഇത്രമാത്രമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ട ഉയർന്നു വന്ന കുരിശിൻ്റെ ചിന്തയെക്കുറിച്ച്. മൂന്നാമതായിട്ട്
കുരിശിലെ അഗ്നിനാവുകളുടെ കൃപയെക്കുറിച്ച്. 4-മതായിട്ട് നമ്മൾ കേട്ടത് ഹൃദയത്തിൻ്റെ മുറിവ് എന്നുള്ളത്. അപ്പോൾ ഈ കരുണയിലെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കാനായിട്ടുള്ള കൃപാവരം കർത്താവ് തരട്ടെ. പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ഒരു മാസം കർത്താവിൻ്റെ തിരുഹൃദയത്തിന് ഇണങ്ങിയ രീതിയിൽ എൻ്റെ ഹൃദയത്തെ, എൻ്റെ പ്രവൃത്തികളെ, എൻ്റെ വാക്കുകളെ, ചിന്തകളെ ഒരുക്കാനായിട്ട് കർത്താവെ നിന്നെ സഹായിക്കണമേ എന്ന് പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേട്ട സക്കേവൂസിൻ്റെ ഉമ്മയിലൂടെ നമ്മളോട് കർത്താവ് പറഞ്ഞ അപ്പം മുറിക്കപ്പെട്ടപ്പോൾ സൗഖ്യപ്പെട്ട, അപ്പം മുറിക്കപ്പെട്ടപ്പോൾ തുറക്കപ്പെട്ട കണ്ണുകളായിട്ട് നമ്മുടെ കണ്ണുകളെ നമുക്ക് മാറ്റാം. ഈ വിശുദ്ധ കുർബാനയാകുന്ന കർത്താവിൻ്റെ ആ വലിയ കൃപ സ്വീകരിക്കുമ്പോൾ തുറക്കപ്പെടാത്ത കണ്ണുകൾ തുറക്കുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ കർത്താവിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. ഈശോ നമുക്ക് നൽകിയ ആ വലിയ സ്നേഹത്തെ, ആ വലിയ കരുണയെ നമുക്ക് മനസ്സിൽ നിന്ന് ചിന്തിക്കാം. എത്രമാത്രം വേദനിക്കപ്പെട്ട്, എത്രമാത്രം തള്ളിപ്പറയപ്പെട്ട്, എത്രമാത്രം ആളുകളാൽ ക്രൂശിക്കൽ, സഹനത്തിൽ ഈശോ കൈവിടാത്ത ആ സ്നേഹം നമ്മുടെ വാക്കുകൾ, ചിന്തകൾ, പ്രവൃത്തികൾ വഴി ഒരുപാട് ആളുകളെ ഞാൻ വേദനിപ്പിച്ചു. ഒരുപാട് ആളുകളെ പൊറുക്കാൻ പറ്റാത്ത, ക്ഷമിക്കാൻ പറ്റാത്ത, ഇപ്പോഴും വെറുപ്പ് കൊണ്ടുവന്ന് എൻ്റെ ജീവിതത്തിൽ നടക്കുകയാണ്. കർത്താവിൻ്റെ ആ വലിയ ക്ഷമ അതെനിക്ക് നൽകണമേ. കർത്താവിൻ്റെ ആ വലിയ സ്നേഹം അതെനിക്ക് നൽകണമേ. എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ പരിഹരിക്കാൻ ഈ തിരുഹൃദയ മാസം കർത്താവ് എന്നെ സഹായിക്കണമേ. നമുക്ക് മനസ്സിൽ പാടാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയായി കഴുകേണമെന്നെ പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയായി കഴുകേണമെന്നെ പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ. അങ്ങെഴുന്നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകുമെൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ പൊന്നു കർത്താവേ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ. നമുക്ക് ഒന്നിച്ചു പാടാം. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൻ നാഥനായി സ്നേഹത്തിലൊന്നായി ഞാൻ നിന്നിൽ ലയിച്ചിടട്ടെ, നിന്നിൽ ലയിച്ചിടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, പരിശുദ്ധിയാൽ നിറയ്ക്കണമേ. ഈശോയെ അറിവ് നൽകണമേ. ജപമാല കരങ്ങളിലെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ എത്രയും വാത്സല്യപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവകരുണയുടെ ശുശ്രൂഷയിൽ നമ്മളുടെ നിയോഗം അഭ്യർത്ഥിച്ചിട്ടുള്ള എല്ലാ മക്കൾക്കും ഇവിടെയും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നഴ്സിംഗ് എക്സാം വിജയത്തിനായി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ജോസിനെയും, വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്ന അജയെയും, വീടും സ്ഥലവും വിൽക്കാൻ ആഗ്രഹിക്കുന്ന ജോസിനെയും, നന്നായി പഠിക്കാനുള്ള കുറവയ്ക്കായി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഡിയോൺ എന്ന കുട്ടിയെയും, നല്ല ജോലിയും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാനും ആഗ്രഹിക്കുന്ന ജോയലിനെയും, UK ഇൻ്റർവ്യൂ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അഞ്ജുവിനെയും, കിഡ്നി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ബീനെയും, വീട് നിർമ്മാണത്തിൻ്റെ സാമ്പത്തികം ഏറ്റവും വേഗം ക്രമീകരിക്കപ്പെടാൻ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ആൽസമ്മയെയും, നല്ല ജോലിക്കായി ആഗ്രഹിക്കുന്ന ചെൽസിയായും, B1 പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളെയും, രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന അന്നമ്മ, മോളി എന്നിവരെയും, കേസിൽ പെട്ടുകിടക്കുന്ന വിസയുടെ പണം തിരികെ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഡൈസിനെയും, മർച്ചൻ്റ് നേവിയിൽ ഉപരിപഠനത്തിനുള്ള സാമ്പത്തികം ക്രമീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആമേലത മകനെയും, ന്യൂസിലാൻഡിൽ ഓക്സിയം പാസ്സാകാൻ ആഗ്രഹിക്കുന്ന സാന്ദ്രയെയും, ഇന്ന് നടക്കുന്ന ഇൻ്റർവ്യൂ പാസ്സാകാൻ ആഗ്രഹിക്കുന്ന നിധിനെയും, തടിക്കച്ചവടത്തിൻ്റെ തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന ചാക്കോയെയും, B2 എക്സാം വിജയത്തിനെ ആഗ്രഹിക്കുന്ന ഡെൽഫിയെയും, വിവാഹവും നല്ല ജോലിക്കായി ആഗ്രഹിക്കുന്ന ആൻമരെയും, ന്യൂസിലൻഡിൽ IELTS എക്സാം പാസ്സാകാൻ ആഗ്രഹിക്കുന്ന ജിനുവിനെയും, വിദേശ ജോലി തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന അഞ്ജുനെയും, നല്ല ജോലിക്കായി ആഗ്രഹിക്കുന്ന യബിനെയും, സുഖപ്രസവത്തിനായി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ജാസ്മിനെയും, ദൈവിക സംരക്ഷണം ആവശ്യപ്പെടുന്ന ഇലോൺ, ഇവാന, ഈതൾ എന്നിവരെയും, മദ്യപാനത്തിൽ നിന്ന് വിടുതലും ആഴമായ വിശ്വാസവും ദാമ്പത്യ ജീവിതം ക്രമീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന പ്രവീണിനെയും, മറവി രോഗസൗഖ്യത്തിന് വിടുതൽ ആഗ്രഹിക്കുന്ന മേരിക്കുട്ടിയെയും, അലർജി രോഗസൗഖ്യത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ബിനോജിനെയും, പാൻക്രിയാസ് ക്യാൻസർ മൂലം കഷ്ടപ്പെടുന്ന ഒരു മോളെയും, അലർജി രോഗസൗഖ്യത്തിന് ലാലിയെയും, രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന ജെസ്സി, ഡെയ്സി എന്നിവരെയും, അലർജി രോഗസൗഖ്യത്തിന് ആഗ്രഹിക്കുന്ന ചാക്കോയെയും, രോഗസൗഖ്യത്തിനും പരിശുദ്ധാത്മാവിനും നിറയാനും ആഗ്രഹിക്കുന്ന ലീലാമയും, രോഗസൗഖ്യത്തിന് ആഗ്രഹിക്കുന്ന ബീന, തോമസ്, സജി എന്നിവരെയും, വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്ന ബിനേഷിനെയും, മക്കളെ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ബിന്ദു, ഷൈജു എന്നിവരെയും,
ജീവിത നവീകരണം ആഗ്രഹിക്കുന്ന ഹന്നാമരിയെയും, മാനസിക രോഗത്തിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്ന ഡിനോളിനെയും, UK പോകാൻ ആഗ്രഹിക്കുന്ന അനീറ്റിനെയും, ജീവിത നവീകരണം ആഗ്രഹിക്കുന്ന ജിലോഷിനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു 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 ഹല്ലേലൂയ 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 ആരാധിക്കുന്നു 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 യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. അത്തരം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശുയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ 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 അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ.
ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തിന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തിന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ എത്രയും വാത്സല്യപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആക്സിഡന്റിലുണ്ടായ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടിൽ നിന്നും മോചനം നേടാൻ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന റിറ്റിയെയും, കുഞ്ഞു മരിച്ചതിൽ നിന്നുള്ള ട്രോമയിൽ നിന്നും മുക്തി തരാൻ ആഗ്രഹിക്കുന്ന അലീനെയും, ആക്സിഡന്റിലുണ്ടായ ഭയം മാറാനും ശാരീരിക സൗഖ്യത്തിനും ആഗ്രഹിക്കുന്ന ആരോൺ, ആൽഫിൻ എന്നിവരെയും, നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന മരിയയെയും, MBBS എക്സാം പാസ്സാകാൻ ആഗ്രഹിക്കുന്ന അഞ്ചിനെയും, അയർലൻഡിൽ ജോലിക്കുള്ള തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന ക്രിസ്റ്റീനെയും, സാമ്പത്തികം ക്രമീകരണം ആഗ്രഹിക്കുന്ന ജോയിയെയും, നല്ല ജോലിക്കായി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന അഞ്ചിനെയും, അയർലൻഡിൽ ജോലിക്കായി ആഗ്രഹിക്കുന്ന അഖിലിനെയും, വിദേശ ജോലി ശരിയാവാൻ ആഗ്രഹിക്കുന്ന ഗോഡ്വിനെയും, അമിതമായ ഭയം മാറാൻ ആഗ്രഹിക്കുന്ന സിമിയെയും, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്ന അഗസ്റ്റിനെയും, വിസയ്ക്ക് നൽകിയ പണം തിരികെ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആൽബിനെയും, ഓസ്ട്രേലിയയിൽ വിസ തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന ബിബിൻ, ലിഡിയ എന്നിവരെയും, B2 എക്സാം പാസ്സാകാൻ ആഗ്രഹിക്കുന്ന ജീവൻ, ആൽബിൻ എന്നിവരെയും, സഹോദരങ്ങൾ തമ്മിലുള്ള സ്ഥലപ്രശ്നം രമ്യതയിൽ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ചാക്കോയെയും, കാലിൻ്റെ രോഗസൗഖ്യത്തിനായി ജോയിയെയും, അലർജി രോഗസൗഖ്യത്തിനായി വിടുതൽ ആഗ്രഹിക്കുന്ന ഷാൻഡി, ആൻമരിയ എന്നിവരെയും, സ്ഥലം വിൽപ്പന ആഗ്രഹിക്കുന്ന ഡെയ്സിയെയും, ഉപരിതടനത്തിൻ്റെ വഴികൾ തുറക്കാൻ ആഗ്രഹിക്കുന്ന അയറിനെയും, നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൽബർട്ട്, ആൽവിൻ, അലൻ എന്നിവരെയും, രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്ന സുസമയും, ദുബായിൽ നല്ല ജോലിക്ക് ആഗ്രഹിക്കുന്ന നിതിനെയും, വിദേശത്ത് നഴ്സിംഗ് ജോലി ആഗ്രഹിക്കുന്ന ദർശനെയും, ദുശ്ശീലങ്ങളിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്ന ചാക്കോയെയും, വിസയ്ക്ക് കൊടുത്ത പണം തിരികെ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന സോജനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സമർപ്പിച്ച എല്ലാവരുടെയും അവരുടെ എല്ലാ നിയോഗങ്ങളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഒരു കൂടി സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ. സ്ത്രീജനങ്ങളൊന്നേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഏറ്റവും യാഗലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാഗലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാഗലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാഗലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും തിരുശരീരവും തിരുരക്തവും
ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിദേശ ജോലി തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന ആൽഫിനെയും വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്ന നിഷയെയും നന്നായി പഠിക്കുവാനും മടി കൂടാതെ സ്കൂളിൽ പോകുവാനും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന നിഹാലിനെയും രോഗശാന്തിക്കായി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഫ്രാൻസിസിനെയും വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്ന രമ്യയെയും ജോലി ശരിയാവാൻ ആഗ്രഹിക്കുന്ന സിനിയെയും കടബാധ്യതയിൽ നിന്ന് മോചനം കിട്ടാൻ ആഗ്രഹിക്കുന്ന അന്യയും ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്ന ഗോഡ്സിനെയും നല്ല ജോലിയും ആഴമായി ദൈവവിശ്വാസവും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന സെബാസ്റ്റിനെയും ദുശീലം മാറാൻ ആഗ്രഹിക്കുന്ന ജോസഫിനെയും മാനസിക അസ്വസ്ഥ്യം മാറാൻ ആഗ്രഹിക്കുന്ന അന്നമയും ഷാർജയെ ജോലിക്ക് ആഗ്രഹിക്കുന്ന കെവിനെയും വീടും സ്ഥലവും വിൽക്കാനുള്ള സാലിയെയും നല്ല കമ്പനിയിൽ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന അജയെയും സിവിൽ സർവീസ് എക്സാം പാസ്സാകാൻ ആഗ്രഹിക്കുന്ന ആനന്ദിനെയും തലയ്ക്കുള്ള ഓപ്പറേഷൻ വിജയപ്രദമായി നടക്കാൻ ആഗ്രഹിക്കുന്ന അന്മരിയെയും വിവാഹം നടക്കാനായി ജിസ്ന, അഖിലേഷ് എന്നിവരെയും ജോലി സ്ഥലത്ത് തുടരാനുള്ള കൃപയ്ക്കായി അനിലിനെയും നല്ല ജോലിയും രോഗസൗഖ്യം ആഗ്രഹിക്കുന്ന ആൻമരിയ, മരിയ എന്നിവരെയും സൗദി ഇൻ്റർവ്യൂ പാസ്സാകാൻ ആഗ്രഹിക്കുന്ന ആൽഫിയെയും എക്സാം പാസ്സാകാൻ ആഗ്രഹിക്കുന്ന അൽഫോൻസയെയും നഴ്സിംഗിന് വിജയം ആഗ്രഹിക്കുന്ന ആൻമരിയെയും കുമ്പസാരിച്ച വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന സെബാസ്റ്റിനെയും കടബാധ്യതയിൽ നിന്നും മാറാൻ വിടുതൽ ലഭിക്കുവാനും കോടതിയിൽ നീതി ലഭിക്കാനും ആഗ്രഹിക്കുന്ന മാത്യുവിനെയും വിസ തടസ്സം മാറാനും എക്സാം വിജയത്തിനും ആഗ്രഹിക്കുന്ന അലീനെയും ഫോണിൻ്റെ ദുരുപയോഗം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന മരിയെയും ജർമ്മൻ വിസ തടസ്സം മാറാൻ ആഗ്രഹിക്കുന്ന സജിൻ എന്നിവരെയും വീട് സ്ഥലവും വിൽക്കാൻ ആഗ്രഹിക്കുന്ന ജോർജിനെയും സ്ഥലം വിൽപ്പനയ്ക്ക് ആഗ്രഹിക്കുന്ന ഷാജുവിനെയും സാമ്പത്തികം ക്രമീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ടോമിയെയും നല്ല ജോലിക്കായി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന റോസിലെയും പഠനം നന്നായി നടക്കാൻ ആഗ്രഹിക്കുന്ന ഇവാനിയ, ഐവാൻ എന്നിവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ഈ ആലയത്തിലൂടെ പ്രാർത്ഥനാ സഹായം യാചിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ഈ ആലയത്തിൽ പലവിധ പ്രാർത്ഥനകളാൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ആലയത്തിൽ ഇന്ന് വരെ ഈ ആലയം വഴി ദൈവസന്നിധിയിലേക്ക് അഭ്യർത്ഥിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഒരിക്കൽ കൂടി ഇരു കാര്യങ്ങളോട് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥനീശുവിനെ ആരാധിക്കുന്നേ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. പുരുഷന്മാർക്ക് ഒന്ന് ചേർന്ന് ചെല്ലാം. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ എത്രയും വാത്സല്യപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും
ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നാലാമത്തെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തിരുസഭയെ നമുക്ക് ദൈവകരുണയിലേക്ക് സമർപ്പിക്കാം. ലിയോ 14 മാർപ്പാപ്പയെ സമർപ്പിക്കാം. എല്ലാ കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും സമർപ്പിക്കാം. എല്ലാ ശുശ്രൂഷ മേഖലകളിലായിരിക്കുന്ന ആത്മായ പ്രേക്ഷിതരെ സമർപ്പിക്കാം. എല്ലാ ഇടവക വൈദികരെ സമർപ്പിക്കാം. കർത്താവ് അങ്ങയുടെ കരുണ ഞങ്ങളിലേക്ക് വർഷിക്കപ്പെടുവാൻ ഇടയാകണമേ. ഞങ്ങൾ പലവിധ വേദനകളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. വിശ്വാസത്തിന് വേണ്ടി ഒത്തിരി സഹിക്കുന്ന മക്കളുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. അവരെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ പുത്തനൊരു പെന്തക്കോസ്ത അനുഭവം ഞങ്ങളിലേക്ക് ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തെ സ്വതന്ത്രമായി ഒരിക്കൽ കൂടി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്ന 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 ഹല്ലേലൂയ 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 ഈശോയെ സ്തുതിക്കുന്നു 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 ഈശോയെ നന്ദി നന്ദി നന്ദി. ശ്രീഹന്മാരിൽ നിറഞ്ഞ പോ ശക്തി നയിക്കണേ. ശ്രീഹന്മാരിൽ നിറഞ്ഞ പോ ശക്തി ഈശോയുടെ ഏറ്റവും യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ഏറ്റവും യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ എത്രയും വാത്സല്യപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അഞ്ചാമത്തെ രഹസ്യം ചെല്ലുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സഞ്ജവ് ഭവനെയും MSJ കോൺഗ്രിഗേഷനെയും ദൈവത്തിൻ്റെ കരുണയിലേക്ക് വിട്ടു നൽകാം. കോൺഗ്രിഗേഷനെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന സന്യസ്തരെ സമർപ്പിക്കാം. അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായി സഭയെ നയിക്കുവാൻ തക്ക വിധത്തിലുള്ള ജ്ഞാനത്താൽ വിവേകത്താൽ ഓരോ മക്കളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം കോൺഗ്രിഗേഷനിലെ അംഗങ്ങളായിരിക്കുന്ന ഓരോ സന്യസ്തരെയും സമർപ്പിക്കാം. അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥന നിയോഗങ്ങളെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ 100% വിശ്വസ്തയോടെ സത്യസന്ധതയോടെ കർത്താവിൻ്റെ വയലിലെ വേലക്കാരായി തീരുവാൻ, അനേകം മക്കളെ സ്വർഗത്തിന് വേണ്ടി നേടുവാൻ അവർക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഇപ്പോൾ സഞ്ജഭവനിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ സന്യസ്തരെയും, പ്രത്യേകിച്ച് സ്നേഹ സിസ്റ്ററേയും ലിറ്റി സിസ്റ്ററേയും നൈവേദ്യ സിസ്റ്ററേയും അഞ്ജന സിസ്റ്ററേയും സമർപ്പിക്കാം. അവരിലൂടെ അനേകം മക്കൾ
സ്വർഗം സ്വന്തമാക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഈ ഭവനത്തിലെ ശുശ്രൂഷകൾ സ്വീകരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കാം. അവരിലേക്കെല്ലാം പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാൻ ഇടയാക്കട്ടെ എന്നും അനേകം മക്കൾ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ കരുണയെ അനുഭവിക്കാൻ തക്ക വിധത്തിൽ ഈ ആലയത്തെ വളർത്തണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി സഞ്ജോ ഭവനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരിക്കൽ കൂടി ഒന്ന് സ്വതന്ത്രമായി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഈശോയെ 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 നന്ദി 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 നന്ദി. തിരുവിരാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ പൊന്നു കർത്താവേ. തിരുവിരാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നെ പൊന്നു കർത്താവേ. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് അഞ്ചാമത്തെ രഹസ്യം പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകണമേ. 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 ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ
അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. നമുക്ക് നൊവേനയുടെ പ്രാർത്ഥനാ നിയോഗം കൂടെ നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ വളരെയധികം സ്നേഹിക്കുന്ന ശുദ്ധീകരണ ആത്മാക്കളുടെ നീറുന്ന മനസ്സുകൾ അവിടുത്തെ തിരുരക്തം കൊണ്ട് ആശ്വസിപ്പിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ സഹതാപാർദ്രമായ ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ടവരെങ്കിലും അങ്ങയുടെ നീതി പൂർത്തിയാക്കേണ്ടവരാണിവർ. അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജലവും അഗ്നിജ്വാലകളെ ശമിപ്പിക്കട്ടെ. അങ്ങനെ അങ്ങയുടെ കരുണയുടെ ശക്തി അവിടെയും പുകഴ്ത്തപ്പെടട്ടെ. നിത്യനായ പിതാവേ, ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ. ഈശോ സഹിച്ച കയ്പ് നിറഞ്ഞ ക്ലേശങ്ങളെയും ആത്മാവിൽ നിറഞ്ഞ എല്ലാ സഹനങ്ങളെയും പ്രതി ഞാൻ അങ്ങയോട് യാചിക്കുന്നു. നീതിവിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ. അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുറിവുകളിലൂടെ മാത്രം അങ്ങ് അവരെ നോക്കണമേ. അങ്ങയുടെ ദയയ്ക്കും നന്മയ്ക്കും അതിരുകളില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആമേൻ. ദൈവകാരുണ്യത്തിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്നായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇനി ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് വേണം എല്ലാവരും പ്രാർത്ഥിക്കുവാൻ. സൃഷ്ടാവിൻ്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടനമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. അമാനുഷ സൃഷ്ടികളിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. യേശുവിന്റെ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു.
ശരണപ്പെടുന്നു. യേശുവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായ കന്യകാ മറിയത്തെ ഞങ്ങൾക്ക് തന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവീക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി നൽകിയ ജ്ഞാനസ്നാനത്തിന്റെയും കുംഭസാരത്തിന്റെയും കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിലും പൗരോഹിത്യത്തിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശദീകരണത്തിന് പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. വിശുദ്ധരെ പുനതിലെത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാവരെയും എപ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമാകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ സ്വർഗീയ ആനന്ദമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. കുരിശിൽ മരിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ കാണിച്ച ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവേ, ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവം സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവേ, ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവേ, ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. കർത്താവേ കനിയണമേ, മിശിഹായെ കനിയണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ. കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിൻ്റെ കരുണയെ ഞാനെന്നും പാടിപ്പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ. ദയാപൂർവം ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനമെടുക്കാതെ അങ്ങയുടെ തിരുമനസ്സിനായ കാരുണ്യത്തിന് വിധേയരാകട്ടെ. കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവകരുണയ്ക്കുള്ള പ്രതിഷ്ഠ എല്ലാവരും ഈശോയെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമായി സ്വീകരിച്ചുകൊണ്ട് ദൈവകരുണയ്ക്ക് പ്രതിഷ്ഠ നടത്തുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് കരങ്ങൾ കുപ്പിക്കുകയും ദിവ്യകാരുണ്യത്തിന്, ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ പ്രതിഷ്ഠിതരായി കഴിഞ്ഞാൽ പിന്നെ ജീവിതം മുഴുവനും അനുഗ്രഹമായി തീരുകയാണ്. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സ്വരമുയർത്തി പ്രാർത്ഥിക്കണം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരുണയ്ക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്നലകളിലെ വീഴ്ചകളും ഇന്നിന്റെ ബലഹീനതകളും നാളെയുടെ അനിശ്ചിതത്വവും അങ്ങയുടെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുക്കണമേ. അവിടുത്തെ മാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മക്കളും ദൈവപിതാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായി ഞങ്ങൾ മാറട്ടെ. ഈ ചിത്രത്തിലൂടെ അവിടുത്തെ കരുണ നിറഞ്ഞ സ്നേഹം ഈ ലോകത്തിലെ എല്ലാ തിന്മകളുടെയും മേൽ വിജയം വരിക്കട്ടെ. ഈ ചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഈ ചിത്രത്തിന് മുമ്പിൽ ഞങ്ങൾ നടത്തുന്ന ഈ പ്രതിഷ്ഠ ഈ ലോക ജീവിതത്തിലെ ഞങ്ങളുടെ ആനന്ദവും മരണസമയത്തെ പ്രത്യാശയും നിത്യതയിലെ മഹത്വമായി തീരട്ടെ. ആമേൻ. യേശുവേ,
യേശുവേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. വിശുദ്ധ ഫൗസ്റ്റീനായെ വിശുദ്ധ ഫൗസ്റ്റീനായെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം. വിശുദ്ധ ജോൺ പോൾ പാപ്പയെ വിശുദ്ധ ജോൺ പോൾ പാപ്പായെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവർക്ക് ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്തുകൊണ്ട് പറഞ്ഞ് ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു. ഈശോ നമ്മളെ അനുഗ്രഹിക്കും. ഈശോ നമ്മളെ അനുഗ്രഹിക്കും. സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞവർ ഒന്ന് കയറി വരാമോ? ഒന്ന് കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ചേ, കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് വലിയ ഈശോ പറഞ്ഞ വാക്കിതാണ്, പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തതുപോലെയുള്ള അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ ഇന്ന് ദൈവം പലരുടെയും ജീവിതത്തിൽ നടത്തുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് നിമ്മി. ഞാൻ അമ്മംകുളം ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഈ മെയ് മാസം 19-ാം തീയതി എൻ്റെ ഒത്തുകല്യാണവും 26-ാം തീയതി മുന്നോട്ട് കയറിപ്പോരെ കല്യാണമായിരുന്നു. അപ്പോൾ ഒരു മാസം മുമ്പ് കറക്റ്റ് മാർച്ച് മാസം ഒരു 4-ാം തീയതി ഞാനൊന്ന് സ്കൂട്ടിയിൽ നിന്ന് വീണു. എൻ്റെ കൈയുടെ കുഴ തെറ്റിയിരിക്കുമായിരുന്നു. അന്ന് എല്ലാവരും നമ്മളെന്തെങ്കിലും ഒരു സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സങ്കടപ്പെടുത്താനല്ലേ നോക്കുകയുള്ളൂ. അയ്യോ ഇപ്പോഴേ ഇങ്ങനെ പറ്റിയല്ലോ, കല്യാണം ആകുമ്പോഴത്തേന് ശരിയാകുമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെടുത്തലായിരുന്നു. ആദ്യം പ്ലാസ്റ്റർ ഇട്ട് വെച്ചിട്ട് 3 ആഴ്ച എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അമ്മ പറഞ്ഞു പ്ലാസ്റ്റർ ഇട്ടിട്ടിരിക്കണ്ട, നമുക്ക് വൈദ്യരെ കാണിച്ച് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് വൈദ്യരുടെ അടുത്ത് പോയി. വൈദ്യരുടെ അടുത്ത് പോയപ്പോൾ തന്നെ ഞാനിത് വേഗം തന്നെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു സന്തോഷമായിട്ടൊരു ഇതാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേനും വേഗം തന്നെ കെട്ടുകൾ കുറയ്ക്കുന്നതിന് മുമ്പ് തന്നെ വേഗം തന്നെ എനിക്കിങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വൈദ്യരെ നേരത്തെ അറിയാമായിരുന്നു. വൈദ്യരെ നേരത്തെ തന്നെ ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ എന്നോട് പറയും എണ്ണം കൂട്ടി ചെല്ലണം. ഞാൻ ജപമാല ഒരുപാട് ചെല്ലാറുണ്ടായിരുന്നു. എണ്ണം കുറയ്ക്കരുത്. നീ വേസിസ്റ്റൻ്റെ അടുത്ത് പ്രാവശ്യം പോയപ്പോൾ പറഞ്ഞു പരിശുദ്ധ അമ്മ നിൻ്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കല്യാണത്തിൻ്റെ ആ ഒരു മാസം എനിക്ക് ലീവ് കിട്ടിയ അനുസരിച്ച് ഒരുപാട് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ ജപമാലയുടെ അനുഗ്രഹം കൊണ്ടാണ് ഒത്തുകല്യാണത്തിനാണെങ്കിലും അതിന് മുന്നോടിയായിട്ട് ഒരുപാട് മഴ പെയ്ത് ഒരുപാട് ഇതാക്കി ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കല്യാണത്തിന് എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നത്. പക്ഷേ ആ കല്യാണത്തിൻ്റെ ദിവസം ഒരു മഴ പോലും പെയ്യാതെ അനുഗ്രഹിച്ചു. അന്ന് വൈകുന്നേരമാണ് മഴ പെയ്തത്. അന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്രയും ദൈവാനുഗ്രഹം ഒരു കല്യാണം കണ്ടിട്ടില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ മഴയൊക്കെ പെയ്തതാണെങ്കിലും പ്രാർത്ഥിക്കുന്നതിൻ്റെ എല്ലാം കാണാനുണ്ടായിരുന്നു എന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന കല്യാണത്തിനാണെങ്കിലും ചെറിയൊരു തൂളൽ മഴ, എന്നാലും പരിപാടിക്കൊന്നും ഒരു കുഴപ്പവും കൂടാതെ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു നേരത്തെ സിസ്റ്റർക്ക് അറിയായിരിക്കും, പുഷ്പഗിരിയിൽ ധ്യാനകേന്ദ്രം നടത്തിയിരുന്ന ഒരു ജോജിയച്ചനുണ്ടാകും. ജോജിയച്ചൻ്റെ അടുത്ത് പ്രാർത്ഥന വയ്ക്കുമ്പോഴും പറഞ്ഞിരുന്നു പരിശുദ്ധ അമ്മ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളും നടത്തിയിരുന്നിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെന്ന് കയറുന്ന വീട്ടിൽ കൈ ശരിയായില്ലെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതിന് തന്നെ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ കൈ പൂർണ്ണമായിട്ട് അവിടെ ചെന്ന് കയറുന്നതിന് മുമ്പേ റെഡിയാക്കി തരികയും ചെയ്തു. എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. വലത്തുകരമുയർത്തി സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷമാണോ? ആണോ? എങ്കിൽ അങ്ങനെ സന്തോഷമാണെന്ന് ഈശോയ്ക്കൊന്ന് മനസ്സിലാകത്തക്ക രീതിയിലൊന്ന് പറഞ്ഞ് ഇത്രയും പേരില്ലേ നമ്മളിത് പള്ളി നിറഞ്ഞ ആൾ. ഇതൊന്നും പോരാ. ഈശോയുടെ കരുണ ഇത്രയും പേരെന്ന് പറഞ്ഞാൽ പോരാ. മതിയോ? പോരാ? മതിയെന്നാണോ? അല്ല. നമ്മളെന്തുമാത്രം സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിച്ചാൽ പോകുന്നത്. ഇത് മറ്റുള്ളവർക്കും കിട്ടണ്ടേ? വേണ്ടേ? വേണോ? വേണം. അപ്പം നമ്മൾ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ മറ്റുള്ളവരോടൊക്കെ പറയണം ഈശോയുടെ സ്നേഹത്തിൻ്റെ അടുത്തേക്ക് വരാൻ. ഈശോ നമ്മളെ കാത്തിരിക്കുകയാണിന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3 പ്രാവശ്യം സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഒരു വലിയൊരു അഭിഷേക പ്രാർത്ഥന നടത്താമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഞായറാഴ്ച തിരുസഭയിൽ എന്ത് ചെയ്യുവാണ്? പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്ക പ്രാർത്ഥന നടത്താനായിപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമുക്കും പ്രാർത്ഥിക്കണോ? ഇവിടെ പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ വൈകിട്ട് പ്രാർത്ഥിക്കുക 6 മണി മുതൽ 10 മണി വരെ. ആ സമയത്ത് നമുക്ക് തിരിച്ചു പോകാൻ വണ്ടിയില്ലാത്തവരൊന്നും വരരുത്. നമുക്കിവിടെ കിടക്കാനായിട്ട് സൗകര്യമില്ലല്ലോ. അതുകൊണ്ട് ദമ്പതികൾ ഒരുമിച്ച് വണ്ടിയുള്ളവരൊക്കെ വന്ന് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. ഇനി സ്കൂട്ടിയൊക്കെ ഉണ്ട്, ഒറ്റയ്ക്കാണേലും ചേട്ടന്മാർക്കൊക്കെ പോകാം. പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ളവർ വരിക. സ്ത്രീ ജനം ഒറ്റയ്ക്കുള്ളവർ വന്നാൽ തിരിച്ചു പോകാനായിട്ട് പറ്റത്തില്ല. അപ്പം നിങ്ങൾ
വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോഴത്തെ ഈ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെന്നുള്ളതിൻ്റെ അടയാളം എന്താ? പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെന്നുള്ളതിൻ്റെ അടയാളം മറ്റുള്ളവരൊക്കെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണെന്നൊക്കെ നമുക്ക് തോന്നുന്നത് എപ്പോഴാണ്? ആരും മിണ്ടുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെന്നുള്ളതിൻ്റെ അടയാളം സമാധാനം, സ്നേഹം. അതിന് പറയുന്ന പേരെന്താ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന എന്തൊക്കെയാ? ഫലങ്ങൾ തരും, ദാനങ്ങൾ നൽകും, വരങ്ങൾ നൽകും. ഇതിലെ വരങ്ങൾ വേണോ ഫലങ്ങൾ വേണോ? എല്ലാം വേണം, എല്ലാം വേണം. ഫലങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവിക സ്വഭാവമുള്ള മനുഷ്യരായി നമ്മളെ മാറ്റുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ദൈവത്തിൻ്റെ സ്വഭാവം എന്താ? സ്നേഹം. സ്നേഹം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ടോ? ഭാര്യ തിരിച്ചറിയണം. ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ടോ? ഭർത്താവ് തിരിച്ചറിയണം. മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹമുണ്ടോ? അത് മാതാപിതാക്കൾക്ക് തിരിച്ചറിയണം, മക്കൾക്കും തിരിച്ചറിയണം. പരസ്പരം നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്കൊക്കെ പരസ്പര സ്നേഹമുണ്ടോ? അത് നമ്മൾക്ക് പരസ്പരം തിരിച്ചറിയാൻ പറ്റണം. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ? ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുകയാണ്, തൻ്റെ ദൈവം സ്നേഹമാകുന്നു എന്നുള്ള തൻ്റെ ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ ഒരു കുഞ്ഞു നിർവചനം പറയുന്നുണ്ട് സ്നേഹത്തിന്. സ്നേഹം എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ പറയുകയാണ്, അവരൻ്റെ നന്മ ആഗ്രഹിക്കുന്നതാണ് സ്നേഹം എന്ന് പറഞ്ഞ്. സ്നേഹം. ഇപ്പം നിങ്ങൾ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുവാന്ന് കൂട്ടിക്കോ, എൻ്റെ കർത്താവേ, എൻ്റെ അടുത്തിരിക്കുന്ന ഈ സഹോദരൻ അല്ലെ എൻ്റെ അടുത്തിരിക്കുന്ന ഈ സഹോദരി എന്നെക്കാളും കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? സ്നേഹമുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ടോ? കർത്താവേ, എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരണേ, അടുത്തിരിക്കുന്ന ആൾക്ക് കുറച്ചും കൊടുത്തേക്കണേ. അങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ മാർപ്പാപ്പ പറയുകയാണ്, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവരൻ്റെ നന്മ, അവന് എന്തുമാത്രം നന്മ വേറൊരു വ്യക്തിക്ക് ഉണ്ടാകുമോ അത് മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ് സ്നേഹം. ഹല്ലേലൂയ. ഒരു ആ നിർവചനം മാർപ്പാപ്പ പഠിപ്പിച്ചതൊന്ന് പറഞ്ഞുകൊണ്ടൊരു ഷെയ്ക്കാൻ്റെ കൊടുത്തേ. എന്നാ മാർപ്പാപ്പ പറഞ്ഞത്? അവരൻ്റെ നന്മ ആഗ്രഹിക്കുന്നതാണ് സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. വീട്ടിലേക്ക് പൊക്കെ, എല്ലാവരും വീട്ടിലേക്ക് പൊക്കെ. എഴുന്നേറ്റ് പോകാനല്ല, മനസ്സുകൊണ്ട് പോകാൻ. മനസ്സുകൊണ്ടൊന്ന് വീട്ടിലേക്ക് പൊക്കെ. നമ്മുടെ അയൽക്കാരന് എന്തെങ്കിലും നന്മ നമ്മളായിട്ട് നിഷേധിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. അവൻ്റെ വീട്ടിലേക്ക് വഴി കൊടുത്താൽ ആ വീടിൻ്റെ അവരുടെ സ്ഥലത്തിന് വില കൂടും, അവർക്ക് കൂടുതൽ പണം കിട്ടും, അവർ ഞങ്ങളെക്കാൾ കൂടുതൽ സമ്പന്നരാകും. അല്ല, അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം അയൽക്കാർക്ക് നമുക്ക് നൽകാവുന്നതും നൽകേണ്ടതുമായ ഏതെങ്കിലും നന്മ മർക്കടമുഷ്ടി മൂലം നിഷേധിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാവുമോ? ഉണ്ടാവുമോ? ഇല്ല, ഇല്ല. അപ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, അവരുടെ നന്മ ആഗ്രഹിക്കുക, അത് ചെയ്യാൻ വേണ്ടി, ആ നന്മ അവനുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിലും ഒരു ചെറിയ വാക്കാണെങ്കിലും അത് പറഞ്ഞാൽ, അത് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്നേഹം. ഹല്ലേലൂയ. അത് അവരറിയണമെന്ന് പോലും ഇല്ല, അതവരറിയണമെന്നില്ല. അതുകൊണ്ട് സ്നേഹമെന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നാണ് പറഞ്ഞു. ഒളിഞ്ഞിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന. വിശുദ്ധ കുർബാനയിൽ ഒരപ്പത്തിൽ ഈ വലിയ സ്നേഹം, ഈ വലിയ കാരുണ്യം, ഭൂമിയോളം ആകാശത്തോളം വലുതായ ഈ സ്നേഹം എന്ത് ചെയ്തിരിക്കുവാണ്? മറഞ്ഞിരിക്കുക, മറഞ്ഞിരിക്കുക.
രാവിലെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഒരു തരി സ്നേഹം കൂടിപ്പോയിരുന്നെങ്കിൽ അത് തിന്നാൻ കൊള്ളാമായിരുന്നു. എന്നതാ അത്? ഉപ്പ്. ഉപ്പ് എപ്പോഴെങ്കിലും ഞെളിഞ്ഞിറങ്ങി വരാറുണ്ടോ? ഞാൻ ഇതിനകത്ത് വേണ്ടതുപോലെ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ ഭക്ഷണത്തിന് ഇത്രയും രുചിയുണ്ടായതെന്ന് പറഞ്ഞു ഉപ്പ് എപ്പോഴെങ്കിലും സ്വയം പറഞ്ഞു പൊങ്ങാറുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉപ്പ് എന്ത് ചെയ്തിരിക്കുക? അതെന്ത് ചെയ്തിരിക്കുക? അത് ലയിച്ച് ചേർന്നിരിക്കുക. നമ്മൾ കറിക്കകത്ത് അല്ലെ ഭക്ഷണത്തിനകത്ത് ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടാണെങ്കിലും അതിനകത്തോട്ട് കുറച്ച് ചോറും കൂടി എടുത്തിട്ടു, അല്ലെ കുറച്ചുകൂടെ കറിയും കൂടി എടുത്തിട്ടു, ആ നിമിഷം തന്നെ ആ ഉപ്പ് എന്ത് ചെയ്യുവാണ്? വീണ്ടും കിട്ടിയതിലേക്കും അതങ്ങോട്ട് പടർന്നു കയറുക, അതങ്ങ് രുചി പകരുക. ഇതുപോലെ ആരും അറിയാതെ, ആരാലും അറിയപ്പെടാതെ എല്ലാവരിലേക്കും എല്ലാറ്റിലേക്കും ഈ ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്ന് സ്നേഹമായി പടർന്നെത്തുക, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വലത്തേർ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ സ്നേഹം നമ്മളിൽ വളരണമെങ്കിൽ, സ്നേഹം എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞത്? അത് മറഞ്ഞിരിക്കുന്ന ഒരു വലിയ സത്യമാണ്, മറഞ്ഞിരിക്കേണ്ട ഒരു വലിയ സത്യമാണ്, മറഞ്ഞിരിക്കുന്ന ഒരു വലിയ സത്യമാണ്. ഇത് മറഞ്ഞിരുന്നുകൊണ്ടാണ് എല്ലാത്തിനും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഉള്ളിൽ സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാനൊരു വ്യക്തിയെക്കുറിച്ച് നന്മ പറയുന്നത്. എൻ്റെ ഉള്ളിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഞാനൊരു വ്യക്തിയെക്കുറിച്ച് എന്ത് പറയുന്നത്? തിന്മ പറയുന്നത്. അവന് നന്മയുണ്ടാകരുത് എന്ന് എൻ്റെ ഉള്ളിൽ വ്യക്തമായ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് ഞാൻ അവൻ്റെ തിന്മ അല്ലെ ആ വ്യക്തിയുടെ തിന്മ ഞാൻ പറയുന്നത്. അപ്പം എല്ലാത്തിൻ്റെയും കാരണം എൻ്റെ ഉള്ളിലെ സ്നേഹമാണ്. ഈ ജൂൺ മാസത്തിൻ്റെ പ്രത്യേകത എന്താ? തിരുഹൃദയ മാസം. അതിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞില്ലേ? തിരുഹൃദയ മാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. ഇനി ഈ മാസത്തിലുണ്ട് സമയം ഇനിയും അത് പറയാൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവിക സ്വഭാവമുള്ള മനുഷ്യരായി മാറാനാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. ഈ ദൈവിക സ്വഭാവം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്നേഹമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്നേഹം. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വരങ്ങളെന്ന് പറയുന്നത് ദൈവിക ശക്തിയാണ്. വരങ്ങൾ ദൈവിക ശക്തിയാണ്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ പ്രവർത്തിച്ചതിലേറെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് ശക്തിയാലാ? ഈ പരിശുദ്ധാത്മ ഈശോയിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലും നിറഞ്ഞു കഴിയുമ്പോൾ ഈശോ പ്രവർത്തിച്ചതുപോലെയും ഈശോ പ്രവർത്തിച്ചതിലേറെയും വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ നമുക്കും സാധിക്കുമെന്ന് ഈശോ തന്നെ പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അതാണ് വരങ്ങളുടെ ശക്തി. വരങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ദൈവിക ശക്തിയാൽ ഒരു വ്യക്തി നിറയപ്പെടുന്ന അനുഭവമാണ് വരങ്ങൾ. ഹല്ലേലൂയ. വലത്തുകരം ഉയർത്തി സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക്, ദൈവിക ചൈതന്യത്തിലേക്ക്, ദൈവകൃപയിലേക്ക് നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളെ പറയുന്ന ഒരു വാക്കുണ്ട്. അവർ ദൈവകൃപ നിറഞ്ഞവരാണെന്ന് പറയും, അല്ലേ? ദൈവകൃപ നിറഞ്ഞവളാണ് ഞാനെന്ന് തോന്നുവരുന്ന കൈപൊക്കിക്ക്. ദൈവത്തിൻ്റെ കൃപ എനിക്കുണ്ട്, ദൈവകൃപ നിറഞ്ഞ വ്യക്തിയാണ്, ദൈവകൃപ എനിക്കുണ്ട്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നമ്മുടെ വീട്ടിൽ പലരില്ലേ? പപ്പയുണ്ട്, മമ്മിയുണ്ട്, വല്യപ്പനുണ്ട്, വല്യമ്മയുണ്ട്, മക്കളുണ്ട്, അങ്ങനെ പലരും ചേർന്നാണ് ഒരു വീട്. അപ്പോൾ ആ വീട്ടിലെ ഏറ്റവും കൃപയുള്ളത് ആരാണെന്നാണ് തിരിച്ചറിയുന്നത്. എങ്ങനെ തിരിച്ചറിയുന്നത്? ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ കൃപയുള്ളത് ആർക്കാണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഏറ്റവും കൂടുതൽ കൃപയുള്ളത്, ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ കൃപയുള്ള വ്യക്തി ആരാണെന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയും? നിങ്ങളിനി പരിശോധിച്ച് നോക്കണം. എൻ്റെ ഭർത്താവിനാണോ കൃപ കൂടുതൽ? എനിക്കാണോ കൃപ കൂടുതൽ? എൻ്റെ ഭാര്യയ്ക്കാണോ കൃപ കൂടുതൽ? എനിക്കാണോ കൃപ കൂടുതൽ? എൻ്റെ മക്കൾക്കാണോ കൃപ കൂടുതൽ? എനിക്കാണോ കൃപ കൂടുതൽ? എൻ്റെ അമ്മായിയമ്മയ്ക്കാണോ കൃപ കൂടുതൽ? എനിക്കാണോ കൃപ കൂടുതൽ? എൻ്റെ ചേട്ടനാണോ കൃപ കൂടുതൽ? എൻ്റെ അനുജനാണോ കൃപ കൂടുതൽ? എങ്ങനെ അറിയാൻ പറ്റും? എങ്ങനെ അറിയാൻ പറ്റുന്നത്? എപ്പോഴും എല്ലായിടത്തും എല്ലാ കാര്യങ്ങളിലും തോറ്റുകൊടുക്കാൻ, താന്നു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ കൃപ കിട്ടിയത് ഏറ്റവും കൂടുതൽ കൃപയുള്ളത് ആരാ? ആ താന്നു കൊടുക്കുന്ന വ്യക്തിയാ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും അവകാശമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളിൽ കൃപ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് കൃപ നിറഞ്ഞൊരു വ്യക്തിയാകണമെന്ന് ആഗ്രഹമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ കൃപകളും നിറഞ്ഞൊരു വ്യക്തിയാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഒരിടത്തും ഒരു കാര്യത്തിലും ആരുടെ മുൻപിലും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത വ്യക്തിയാണെങ്കിൽ, പോട്ടെ എന്ന് വെക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, സാരമില്ല എന്ന് പറയാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ, ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ, നമുക്ക് ആർക്കെങ്കിലും കൃപയുണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ, ഇല്ല. അപ്പം കൃപ അളക്കുന്ന എങ്ങനെയാ? അരി അളക്കുന്ന നാഴി കണ്ടിട്ടില്ലേ? ഉണ്ടോ? ഉണ്ട്. ഈ അരി അളക്കാനുള്ള ആ നാഴി പോലെ കൃപ അളക്കുന്ന നാഴിയാണ്, കൃപ അളക്കുന്ന ക്ലാസ്സാണ്, അല്ലെ ലിറ്ററാണ് എന്ത് 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 നമുക്ക് വിട്ടുകൊടുക്കാനും താഴാനും മറക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും പോട്ടെ എന്ന് പറയാനും സാരമില്ലെന്ന് പറയാനും ഒക്കെയുള്ള നമ്മുടെ ആ മനസ്സിൻ്റെ സന്നദ്ധത. എല്ലാം മനസ്സിലായോ? മനസ്സിലായോ? പിന്നെ കൃപയുള്ളവരെന്ന് കൈവയ്ക്കുക. എൻ്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ കൃപയുള്ളത് എനിക്കാണ്. ഞാനാണ് എപ്പോഴും തോക്കുന്നത്. എന്നെ എല്ലാവരും തോൽപ്പിക്കുവാണ്. എന്നെ എല്ലാവരും തോൽപ്പിക്കുക. ഞാൻ തോറ്റുകൊടുത്ത് മടുത്ത് ആരെങ്കിലും ഉണ്ട് കൈവയ്ക്കുക. ഏറ്റവും പുറകിൽ 1-2 കരങ്ങൾ ഉയർന്നിട്ടുണ്ട്. തോറ്റുകൊടുത്ത് മടുത്തവർ, ബോധമുള്ള ആരും കൈവയ്ക്കുകയല്ല. കൈവയ്ക്കവരെ താത്തിപ്പറയുമല്ല കേട്ടോ. നിങ്ങൾക്ക് നല്ല നല്ല ആഴമേറിയ ഒരു ബോധ്യം കിട്ടിയെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ആരും കൈപൊക്കാത്തത്. കാരണം നമ്മളെല്ലായിടത്തും തോക്കുന്നവരല്ല. പിന്നെയോ നമ്മളെങ്ങനെയാണ് പറഞ്ഞ് ജയിക്കേണ്ടത് നോക്കുന്നവരാ, അല്ലേ? ഞാൻ തെറ്റുകാരിയല്ല, എനിക്ക് തെറ്റില്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ കുഴപ്പക്കാരനല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പ്രശ്നമൊക്കെ ഭർത്താവിൻ്റെതാണ്, അല്ലെ ഭാര്യയുടേതാണ്, അല്ലെ ആ സിസ്റ്ററിൻ്റെതാണ് ഈ സിസ്റ്ററിൻ്റെതാണെന്ന് പറഞ്ഞ് ജയിച്ച് നിൽക്കാൻ നോക്കുന്നവരാണ് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവണത. ശരിയാണോ? ആണോ? പിന്നെ ബോധപൂർവം എനിക്ക് എൻ്റെ കൂട്ടത്തിൽ, എൻ്റെ കുടുംബത്തിൽ, അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ശുശ്രൂഷ രംഗത്ത് ഒക്കെ ഏറ്റവും കൃപയുള്ള വ്യക്തിയാകണം. ഏറ്റവും കൂടുതൽ കൃപ. എന്നെ കൃപയുടെ കാര്യത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റരുത്. അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തോടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സാരമില്ല, പോട്ടെ, അത് പോട്ടെ, സാരമില്ല, അത് ഞാൻ ക്ഷമിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് താണിറങ്ങാനായിട്ട് പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ചിന്താലോകത്താ. വീട്ടിലല്ലേ എല്ലാവരും? ഇപ്പം വീട്ടിലേക്ക് പോകണം, നിങ്ങൾ വീട്ടിലേക്ക് പോകണം. അപ്പം ഈ പ്രാവശ്യം പന്തക്കൊസ്താ അനുഭവത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്ത് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കേണ്ടത് എന്താണെന്നറിയാവോ? ഈ സ്നേഹത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. സ്നേഹമെന്ന് പറയുന്നത് അത് മറഞ്ഞിരിക്കാനും ഒളിഞ്ഞിരിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. ഒന്നിൻ്റെയും കയ്യടിക്കും പേരിനും പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നതല്ല സ്നേഹം. ആണോ? ആണോ? അല്ല, അതല്ല. ഈശോയുടെ ഹൃദയത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യൻ്റെയും ഹൃദയം ദാഹിക്കുക. എന്തിനു വേണ്ടിയാ? ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ദാഹിക്കുന്നത്. നമുക്ക് ഈ ലോകത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സകലതും നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങളുടെ മനസ്സിന് ഒരു സംതൃപ്തി ഉണ്ടാകുകയില്ല, ഒരു സന്തോഷം ഉണ്ടാകുകയില്ല. എല്ലാം കിട്ടിക്കഴിയുമ്പം ഉറക്കം നഷ്ടപ്പെടത്തേ ഉള്ളൂ. എന്നാൽ ഒന്നുമില്ലെങ്കിലും ഈശോ എൻ്റെ സ്വന്തമായാൽ, ഞാൻ ഈശോയുടെ സ്വന്തമായാൽ എല്ലാമുണ്ട്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അത് പേരിനും പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ആ പരക്കം പാച്ചിലിൽ നിന്ന് ഒന്ന് മറയാൻ, ഒന്ന് ഒളിയാൻ, ഒന്ന് താന്നു കൊടുക്കാനുള്ള നമ്മുടെ ആ നല്ല മനോഭാവമാണ്.
അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത് അവരെൻ്റെ നന്മയെ ആഗ്രഹിക്കുക, അവൻ ഉയർന്നുകൊള്ളട്ടെ, അവർക്ക് കയ്യടി കിട്ടിക്കൊള്ളട്ടെ, അവർക്ക് ഉയർച്ച ഉണ്ടാകട്ടെ, അവർക്ക് നന്മയുണ്ടാകട്ടെ, അവരറിയപ്പെടട്ടെ, അവർ സ്നേഹിക്കപ്പെടട്ടെ എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ അവരോട് എന്തുണ്ട്? സ്നേഹമുണ്ട്. രണ്ടാമതായിട്ട് സ്നേഹം എന്ന് പറയുന്നത് അതൊരു തുറവിയാണ്. പരിശുദ്ധാത്മാവ് തരുന്ന സ്നേഹം എന്ന് പറയുന്നത് അതൊരു തുറവിയാണ്. തുറവി എന്ന് പറയുമ്പോൾ എന്താണ്? എവിടെയെങ്കിലും സ്നേഹം വളരണമെങ്കിൽ അതിന് തുറവി കൂടിയേ തീരും.